السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. അധിനിവേശ ദുശക്തികളുടെ നിരന്തരമായ അടിച്ചമർത്തലുകൾക്കൊടുവിൽ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ധീരദേശാഭിമാനികളുടെ നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളുടെ പതാക വലിച്ചുകീറി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ത്രിവർണ പതാക ആകാശ സീമയിലേക്ക് ഉയർത്തി സ്വാതന്ത്ര്യം കൊണ്ടാടിയ മഹത്തായ ഓഗസ്റ്റ് 15 സന്തോഷ സുരഭിലമായ മുഹൂർത്തം അയവിറക്കുന്ന 78ാമത്തെ സ്വാതന്ത്ര്യ ആഘോഷ വേളയിലാണ് നാം ഓരോരുത്തരും. ഇന്ത്യ മഹാരാജ്യം മറ്റിതര രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമാകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ ബഹുസ്വരതയാണ്. നാനാത്വത്തിൽ ഏകത്വമെന്ന സമുന്നത സംസ്കാരത്തിൻ്റെ സംഗമ ഭൂമിയാണ് ഇന്ത്യ മഹാരാജ്യം. ലോകത്തെ വൈവിധ്യങ്ങളായ രാജ്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും പട്ടികയിൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഒന്നാമതാക്കുന്നത് ഈ രാജ്യം വിഭാവനം ചെയ്യുന്ന ജനാധിപത്യ മതേതരത്വ സങ്കല്പങ്ങളാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്നാണ് മറുപടി. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്ന് ചോദിച്ചാൽ 142 കോടി ജനങ്ങളുള്ള ഇന്ത്യ രാജ്യമെന്നാണ് മറുപടി. ലോകരാജ്യങ്ങളുടെ വലിപ്പത്തിൽ 7ാം സ്ഥാനത്ത് നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യങ്ങൾ ഒരുപാട് നമുക്ക് കാണാനുണ്ട്. ഒരു പുഷ്പവാടിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൽ നിറയെ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളെ പോലെ 52 ഗോത്രങ്ങളിലായി 6 പ്രധാന മതങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മുന്നേറ്റത്തിൻ്റെ ഘടകമായി നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും. 6400 ജാതികളും 22ഓളം ഔദ്യോഗിക ഭാഷകളും 1600ഓളം 16,000ഓളം വരുന്ന ഉപഭാഷകളുമുള്ള നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമാണ്. നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഉയർത്തിക്കാട്ടുന്ന വലിയ മുന്നേറ്റങ്ങളിൽ പ്രധാനമായി ലോകം കണ്ട ചരിത്രകാരന്മാർ ഈ രാജ്യം സന്ദർശിച്ചപ്പോൾ ഒക്ടോവിയോ പാസിനെ പോലുള്ള ആളുകൾ ഇൻ ദി ലൈറ്റ് ഓഫ് ഇന്ത്യ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും ഗ്രീക്കുകാരനായ മെഗസ്തനീസ് അദ്ദേഹത്തിന്റെ ഇന്ഡിക എന്ന് പറയുന്ന പുസ്തകത്തിലും 29 വർഷം കൊണ്ട് 44 രാജ്യങ്ങളെ സന്ദർശിച്ച ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിന്റെ റിഹില എന്ന പുസ്തകത്തിലും രാജ്യത്തിന്റെ ഏറ്റവും പുകൽപെട്ട മഹാത്മ്യമായി പരിചയപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ ബഹുസ്വരതയാണ്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളാണ് നമുക്ക് ഈ രാജ്യം പുലർത്തിപ്പോരുന്ന സമുന്നതമായി സംസ്കാരങ്ങളെ തുടർന്നു കൊണ്ടുപോകണം. നമ്മുടെ രാജ്യത്തിന്റെ യശസ്സിനു വേണ്ടി നമ്മുടെ മുൻഗാമികൾ ജീവത്യാഗം നടത്തി പടപുരുതി വാങ്ങിത്തന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ജാതിമതഭേദമന്യേ നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തോടെ വാഴുന്ന മാതൃകാ രാജ്യമാണിത്. ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദത്തിനും സമത്വത്തിനും വേണ്ടി ഈ സുന്ദര സുദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്ത് മുന്നേറാം. അള്ളാഹു നമുക്ക് വിധിയേകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.